students, welcome back to our chemistry class. We are discussing the chapter electron configuration and periodic table. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു അല്ലെ. ഒരുപാട് എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു, ടാബ്ല ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ പൊട്ടാസ്യം 19 എന്നുള്ള ഒരു എലമെന്റിന്റെ കോൺഫിഗറേഷനിൽ ഒരു വ്യത്യാസം വന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? അതിന് മെയിൻ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയായിരുന്നു? 2, 8, 8, 1 എന്നായിരുന്നു അല്ലെ. പക്ഷെ ഇതില് എൻ ഷെല്ലില് 9 എണ്ണം ആക്കുന്നതിന് പകരം എന്ത് ചെയ്തു? അത് എൻ ഷെല്ലിലേക്ക് ഒരെണ്ണത്തിന് കൊടുത്തിട്ട് 2, 8, 8, 1 എന്നുള്ള ഫോമിലാക്കി. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതായിരുന്നു? 2, 8, 9 എന്ന് എഴുതി കഴിഞ്ഞാൽ തീരുമായിരുന്നു. പക്ഷെ അതിനൊരു റീസൺ കണ്ടെത്തി നമ്മൾ. എന്തായിരുന്നു അതിന്റെ റീസൺ? ഇങ്ങനെ എഴുതാനുള്ളതിന്റെ കാരണം എന്തായിരുന്നു? അതിന്റെ എനർജി ഫോം ആണ് അല്ലെ. ഓരോ ഷെല്ലിനും എന്തുണ്ട്? അതിന്റേതായിട്ടുള്ള എനർജി ഉണ്ട്. ഓക്കെ, അപ്പോ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോ അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എനർജി ലെവൽസ് നോക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചിത്രം ശ്രദ്ധിച്ച് ഇതിൽ എന്താണ്? എനർജി ഫോം ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എനർജി വേഴ്സസ് നമ്മുടെ ഷെല്ലുകളാണ് കൊടുത്തിരിക്കുന്നത്. KLM എന്നുള്ള ഷെല്ലിന്റെ സബ്ഷെല്ലുകൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ എനർജിയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫിഗർ നോക്കുന്ന സമയത്ത് 1s നോക്കൂ നിങ്ങള്. 1s നോക്കൂ. ഇതിൽ ഏറ്റവും കൂടുതൽ എനർജി ആർക്കാണ്? ഇവിടെ ഇരിക്കുന്ന 4p ആണ് അല്ലെ. ഏറ്റവും കുറവ് എനർജി ആർക്കാണ്? നമ്മുടെ 1s-നാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം ഏറ്റവും എനർജി കുറഞ്ഞിട്ടുള്ള സബ്ഷെൽ ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് ഏത് പറയാം? അത് 1s ആണ് അല്ലെ. ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സബ്ഷെല്ല് ആരാണ്? 1s ആണ്. നെക്സ്റ്റ് ആരാ? നമ്മുടെ 2s. ഇങ്ങോട്ട് പോകുന്നതോ മൂടല്ലേ ചെയ്യുന്നത്. 2s-നാണ് എന്ത്? നമ്മുടെ എനർജി കുറച്ചുകൂടെ 1s-നേക്കാളും കൂടുതൽ ഉള്ളത് 2s-നാണ്. അത് കഴിഞ്ഞ പിന്നെ ആരാണ്? 2p ആണ് വരുന്നത് അല്ലെ. 1s, 2s, 2p ആണല്ലോ. ഇനി നെക്സ്റ്റ് ആരാണ്? നമ്മുടെ 3s ആണ് വരുന്നത്. 1s, 2s, 2p, 3s. എനർജി ലെവൽ എന്തായാലും നിങ്ങൾ പറഞ്ഞു പഠിക്കാനും വേണം കേട്ടോ. ഓക്കെ, 3s ആണ് പിന്നീട് കുറച്ചുകൂടെ എനർജി കൂടുതലുള്ളത്. 3s കഴിഞ്ഞാൽ പിന്നെ ആർക്കാണുള്ളത്? 3p-ക്കാണ് അല്ലെ. 3p-ക്കാണ് 3s-ന്റെ കഴിഞ്ഞാല് എനർജി കൂടുതൽ. അപ്പൊ ഏറ്റവും കുറവ് 1s-ന്, അത് കഴിഞ്ഞാല് 2s-നാണ് പിന്നെ കൂടുതൽ, 2p-ക്കാണ് കൂടുതൽ, 3s-ന് കൂടുന്നു, 3p-ക്ക് കൂടുന്നു. ഇനി ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട് അല്ലെ. എന്താണ് ആ ഗ്യാപ്പ്? നമുക്ക് 3D-നെ എടുത്ത് എഴുതിയാൽ മതിയായിരുന്നില്ലേ? പക്ഷെ അങ്ങനെയല്ല. 3D-ക്ക് മുമ്പായിട്ട് 4s-ന് ഇങ്ങനെ ഒരു എനർജി വരുന്നുണ്ട്. ഓക്കെ, 3p കഴിഞ്ഞാല് പിന്നീട് കൂടുതൽ എനർജി ഉള്ളത് ആർക്കാണ്? 4s-നാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ എനർജിയിൽ ഒരു ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ 4s-നാണ് ഇവിടെ പിന്നീട് 3p കഴിഞ്ഞാല് പിന്നീടുള്ള എനർജി ആർക്കാണ്? 4s-നാണ്. 4s-ന്റെ കഴിഞ്ഞാൽ ആർക്കാ വരുന്നത്? നമ്മുടെ 3D എന്നുള്ള സബ്ഷെല്ലിനാണ് പിന്നീട് എനർജി വരുന്നത്. അത് കഴിഞ്ഞാൽ വരുന്നത് 4p-ക്ക്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഗ്രാഫ് ഒന്നും കൂടെ നോക്കി. 1s, 2s, 2p, 3s, 3p, 4s, 3d, 4p ആണല്ലോ. ഇനി നമുക്കതൊന്ന് എഴുതി നോക്കാം. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി അല്ലെ. സബ്ഷെല്ലിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി പറഞ്ഞു. 1s ആറിനേക്കാളും കുറവാണ്. അതെ, 2s-നേക്കാളും കുറവാണ് അല്ലെ. 2s ആറിനേക്കാളും കുറവാണ്. പിന്നെ 2p. പിന്നീട് ആരാ കൂടുതല്? 3s. പിന്നീട് ആരാ കൂടുതല്? 3p. പിന്നെ ആരാണ്? 4s. ഇവിടെ ശ്രദ്ധിക്കാട്ടോ. 4s കഴിഞ്ഞാൽ വരുന്നത് 3d ആണ്. 3d കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആരാണ്? 4p. ഇത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, ഇതെന്ത് ചെയ്യാ? നോട്ട്ബുക്കിന്റെ ഒരു ഭാഗത്ത് റെഡ് എങ്കിലൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാ? ഇത് പഠിച്ചു വെക്കാം. കാരണം നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഈ ഒരു ഓർഡർ ആണ് എടുക്കുന്നത്. എനർജി ലെവലിന്റെ ഓർഡർ ആണ് എടുക്കാറുള്ളത്. ശരിക്കും നമുക്ക് എങ്ങനെ എഴുതായിരുന്നു? 3p, 3d, 4s, 4p എന്ന് എഴുതായിരുന്നു അല്ലെ. പക്ഷെ അങ്ങനെയല്ല. എനർജി കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാറുള്ളത്. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യം 19-ന്റെ ഇതിലെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, 19 ആണ്. ദെൻ 1s2, 2s2, 2p6 ആണല്ലോ. 10 ആയിട്ടുള്ളൂ. ഇനി അത്രയുണ്ട്, 9 കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട്. ഇപ്പൊ 2p കഴിഞ്ഞാൽ ആരാ പിന്നെ വരുന്നത്? നോക്കിയേ, 3s അല്ലെ. 3s2. ദെൻ നെക്സ്റ്റ് ആരാ വരുന്നത്? 3p ആണ് വരുന്നത്. അപ്പൊ ഇവിടെ എത്തിയപ്പോഴേക്കും എത്രയായി? 10, 12 ആൾക്കാരെ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 9-ലേക്ക്, അതായത് 19-ലേക്ക് ഇനി എത്ര പേര് കൂടെ ഉണ്ട്?
7 പേര് കൂടെ ഉണ്ട് അല്ലെ. പക്ഷെ ആ 7 പേരെ നമ്മൾ 3p അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമോ? കാരണം p അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 6 ആണ്. അപ്പൊ നമ്മൾ 3p6 ഇവിടെ കൊടുത്തു. ഇനി നെക്സ്റ്റ് ആരാ വരുന്നത്? 3p കഴിഞ്ഞാൽ ആരാ വരുന്നത്? 3d എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മുടെ എനർജി ലെവൽ പ്രകാരം ആരാ വരുന്നത്? 4s ആണ്. അപ്പൊ നമുക്ക് ആ ബാലൻസ് വരുന്ന ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുക്കാം, എസിലേക്ക് കൊടുക്കാം. മനസ്സിലായല്ലോ? 1s2 2s2 2p6 3s2 3p6 4s1. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ പൊട്ടാസ്യം 19ന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് പൊട്ടാസ്യത്തിന്റെ 8 ഇലക്ട്രോൺ അക്കോമഡേറ്റ് 9 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാതെ ഒരു ഇലക്ട്രോണിനെ എൻ ഷെല്ലിലേക്ക് കൊടുത്തതെന്ന് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ അവിടെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കണ്ടു 4s എന്ന് പറയുന്നത് എന്താണ്? 3d എന്നുള്ള സബ്ഷെല്ലിനേക്കാളും എനർജി കുറവായിരുന്നു. അതുകൊണ്ടാണ് എന്ത് അവിടെ അങ്ങനെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടത്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആയിട്ട് നമ്മൾ എത്തി നിൽക്കുന്നത് ആരുടെ ആറ്റോമിക് സ്ട്രക്ചറിലാണ്? നീൽസ് ബോറിന്റെ ആണ് അല്ലെ. പക്ഷെ നീൽസ് ബോറിന്റെ ആ ഒരു ആറ്റം മോഡലിനും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ അതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് എന്താണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോ ഇതെന്താണ്? വൺ ഓഫ് ദി ലിമിറ്റേഷൻ, ഒരു ലിമിറ്റേഷന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് ഇങ്ങനെയായിരുന്നു. എന്തുകൊണ്ടാണ് ചില ആറ്റംസിനൊക്കെ ഇങ്ങനെ ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരാൻ കാരണം എന്നുള്ളതിന് ഇങ്ങനെയാണ് അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തത്. കാരണം എന്തായിരുന്നു? അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ എനർജി ലെവൽ അനുസരിച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത് നോക്കൂ, ഇത് നമ്മുടെ എനർജി ലെവലിന്റെ മറ്റൊരു ഫോം ആണ്. ഓക്കെ, ഇത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്തു? 1s 2s 3s 4s 5s 6s 7s വരെ. ഓക്കെ, 7s വരെ എഴുതിയിട്ടുണ്ട്. then 2p 3p 4p 5p 6p. p തുടങ്ങുന്നത് 2 നിന്നാണ്, അത് 7p വരെ. then 3d, d തുടങ്ങുന്നത് 3 മുതലാണ്, അത് 6d വരെ. then f തുടങ്ങുന്നത് 4 നിന്ന് 5f വരെ. ഇതിലെങ്ങനെയാണ് നമ്മുടെ എനർജി ലെവൽസ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതില് ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങുന്നത് അല്ലെ, ഏറ്റവും ഫസ്റ്റില് ലോവസ്റ്റ് എനർജി ലെവൽ ഇവിടെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഇവിടുന്ന് തുടങ്ങിയിട്ട് നമ്മള് ബാക്കിലേക്ക് പോകുന്നു അല്ലെ, പുറകിൽ പോയിട്ട് പിന്നെ വീണ്ടും വരുന്നു ഇതിലേക്ക്, നമ്മുടെ 2sലേക്ക്. പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു? നമ്മള് പുറകിലേക്ക് തന്നെ പോകുന്നു അല്ലെ. പുറകിലേക്ക് പോയിട്ട് എവിടുന്ന് തുടങ്ങണം? ഒരിക്കലും ഇങ്ങനെ പോകരുത് കേട്ടോ. ഒരു ഡയഗണൽ ഷേപ്പിലാണ് ഇത് പോകുന്നത്. ഫസ്റ്റ് 1sലേക്ക് വന്നു, പുറകിലേക്ക് പോയി, 2sലേക്ക് വന്നു, വീണ്ടും പുറകിലേക്ക് പോയി, ഏറ്റവും പുറകിൽ പോയിട്ട് നമ്മള് 2pയിലൂടെ വരുന്നത്, 2pയിലൂടെ വന്നു. then 3sഉം കടന്നു. പിന്നെ എന്ത് ചെയ്യുന്നത്? നമ്മള് വീണ്ടും പുറകിലേക്ക് പോവാണ് അല്ലെ. പുറകിലേക്ക് പോയിട്ട് നമ്മുടെ 3p വരെ എത്തി. എന്നിട്ട് 3pയിൽ നിന്ന് 4s നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ശരിക്കും കിട്ടും അത്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും പുറകിലേക്ക് പോവാണേ, പുറകിലേക്ക് പോണ ലൈനാണിത്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? 3dയിലേക്ക് വന്നു, 3dയിൽ നിന്ന് 4p, 4pയിൽ നിന്ന് 5s, then 5sൽ നിന്ന് ഇങ്ങോട്ട്. then വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ബാക്കിലേക്ക് പോവാണ്. then എന്ത് ചെയ്യാ? 4d 5p 6s. ഓക്കെ, then നെക്സ്റ്റ് നമ്മൾ വീണ്ടും പുറകിലേക്ക് പോയി, 4fലേക്ക് വന്നു, 5dയിലേക്ക് വന്നു, 6pയിലേക്ക് വന്നു, 7sലേക്ക് വന്നു. then വീണ്ടും എന്ത് ചെയ്യാണ്? ബാക്കിലേക്ക് പോയിട്ട് 5f 6d 7p. ഓക്കെ, ഇതാണ് ഇതിന്റെ എനർജി ലെവൽ. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. 1s, then 2s, 2p 3s, 3p 4s, 3d 4p 5s, then 4d 5p 6s, 4f 5d 6p 7s. നിങ്ങളുടെ ആ ടെക്സ്റ്റ് കൂടെ വെക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ എനർജി ഫോം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്നും ഇവിടെ എടുത്ത് എഴുതി നോക്കാം അല്ലെ. ഓക്കെ, 1s നമ്മൾ നേരത്തെ പറഞ്ഞ എനർജി ലെവൽ തന്നെയാണ്, പക്ഷെ അത് ഇങ്ങനെ ഒരു ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ 1s എഴുതി, then പുറകിലേക്ക് പോയിട്ട് വീണ്ടും എത്തിയത് ആരുടെയാണ്? 2s. then പിന്നെ ആരാ വരുന്നത്? 2s കഴിഞ്ഞാല് 2p ആണല്ലോ. 2p എഴുതി. 2pക്ക് ശേഷം ആരാ വരുന്നത്? 3s ആണ്. 3s എഴുതി. അത് കഴിഞ്ഞാല് വീണ്ടും പുറകിലേക്ക് പോയിട്ട് നമ്മള് 3pയിലാണ് എത്തിയത്. അപ്പൊ നമ്മൾ എന്ത് എഴുതാം? 3p കഴിഞ്ഞ് നെക്സ്റ്റ് ആരായിരിക്കുന്നത്? 4s ആണ്. then 4s എഴുതി. 4s കഴിഞ്ഞ പിന്നെ ആരാ വരുന്നത്? 3d. കണ്ടോ അവിടെ ഈ എനർജി ലെവൽ കണ്ടോ നിങ്ങള്? ഇവിടെ ഇങ്ങനെ ഡയഗണൽ ഷേപ്പിൽ നമ്മൾ നോക്കിയപ്പോഴും 4s കഴിഞ്ഞിട്ടാണ് 3d വന്നത്. ആ എനർജി ലെവലിന്റെ വ്യത്യാസം അവിടെ നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് ആരാ വരുന്നത്? 3d കഴിഞ്ഞാൽ ഇത് 4s 3d കഴിഞ്ഞു. then 4p 5s ആണ് വരുന്നത്. 4p നമ്മൾ എഴുതി. then 5s
അത് കഴിഞ്ഞാൽ വരുന്നത് 4d 5p 6s അല്ലെ 4d 5p 6s മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇത് കംപ്ലീറ്റ് ഇങ്ങനെ എഴുതി വെക്കാണേ കേട്ടോ. അപ്പൊ എവിടെ നമ്മുടെ ലാസ്റ്റ് 7p വരെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കൂടുതലായിട്ടും ചോദിക്കുക 5s ഇത് വരെ 4p 3d 4p വരെയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എക്സാമിനും അതുപോലെ തന്നെ എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനൊക്കെ ഈ ഇതുവരെയൊക്കെ ഉള്ളൂ ചോദിക്കാറുള്ളത്. അപ്പൊ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ഡ്രോയിങ്ങിലും ബൈ ഹാർട്ട് ആക്കി പഠിക്കുക. അതായത് ശരിക്കും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട്. ഓക്കെ, നമുക്കറിയാം കെ ഷെല്ലില് ഒരു സബ്ഷെല്ലേ വരുന്നുള്ളൂ, അത് എസ് ആണ്. എൽ ഷെല്ല് അതായത് രണ്ടാമത്തെ ഷെല്ല് അല്ലെ, രണ്ടാമത്തെ മെയിൻ ഷെല്ലില് 2 സബ്ഷെല്ലാണ് വരുന്നത്, അത് എസ് പി ആണ്. മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള എമ്മില് വരുന്നത് 3 സബ്ഷെല്ലാണ്, അത് എസ് പി ഡി ആണ്. അതുപോലെ നാലാമത്തെ ഷെല്ലായിട്ടുള്ള എന്നില് 4 സബ്ഷെല്ലുകളാണ് വരുന്നത്, എസ് പി ഡി എഫ് ആണ്. ഇത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് സ്റ്റെക്ക് ആയി കഴിഞ്ഞാൽ, ഇത് ചെയ്യുമ്പോൾ എവിടെ സ്റ്റെക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് നമ്പർ ഇട്ട് കൊടുത്താൽ മതി. അതായത് 1s 2s 2p പിന്നെ 3s 3p 3d then 4s 4s 4p 4d 4f. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്. പിന്നെ ആ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് നമുക്കറിയാം. എസ് ഷെല്ലില് 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, പി ഷെല്ലില് 6 ഇലക്ട്രോണ്, ഡി ഷെല്ലില് 10 ഇലക്ട്രോണ്, എഫ് ഷെല്ലില് 14 ഇലക്ട്രോണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഏതൊരു എലമെന്റ് തീർന്നാലും അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഈസി ആയിട്ട് എഴുതാൻ കഴിയും. അപ്പൊ ഏതൊക്കെ അറിയണം, അതിന്റെ എനർജി ലെവൽ അറിയണം, അതുപോലെ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളിക്കാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം അറിയണം, അതുപോലെ അത് ഏതൊക്കെയോ അതിന്റെ ഓർഡർ കറക്റ്റ് ഓർഡർ നിങ്ങൾക്ക് അറിയണം. അപ്പൊ ഇത് ബൈ ഹാർട്ടാക്കി പഠിച്ചു വെക്കുക. 1s2 2s2 2p6 3s2 3p6 4s2 3d10 എന്നുള്ള ഈ ഒരു ഓർഡർ നിർബന്ധമായിട്ടും ബൈ ഹാർട്ടായി പഠിക്കുക. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഓരോ എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോഴും പറഞ്ഞുകൊണ്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇത് പഠിക്കാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 നമ്മുടെ 1 മുതൽ 30 വരെയുള്ള എലമെന്റ്സിന്റെ എല്ലാം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി പഠിക്കുക. അതിലുണ്ട് ആറ്റോമിക് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് എല്ലാ ഇലക്ട്രോൺസിന്റെയും എല്ലാ ആറ്റത്തിന്റെയും സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി പഠിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, എക്സാമിന് ഏത് വന്നു കഴിഞ്ഞാലും അറ്റൻഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ട് നോക്കാം. നമ്മളോട് സ്കാൻഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സ്കാൻഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 21 ആണ് അല്ലെ. 21 എന്നുള്ള ഈ ഒരു ആറ്റോമിക് നമ്പർ നമുക്ക് എങ്ങനെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം? നമുക്ക് എഴുതാം 1s2. ഇനി ഏത് എഴുതാം? 2s2 ആണല്ലോ. 2s 2 കൊടുത്തു, 2s 2 കൊടുത്തു. ഇനി നെക്സ്റ്റ് ഏതാ? 2p 2pയില് 6 കൊടുത്തു. ഇപ്പൊ എത്ര? 10 ആയിട്ടുള്ളൂ. ഇനിയുണ്ട് 11 കിടക്കുന്നത് അല്ലെ. അപ്പൊ 2p6 കഴിഞ്ഞു. 2p6 കഴിഞ്ഞാല് നെക്സ്റ്റ് ആരാ വരുന്നത്? 3s2 then 3p6 1s2 2s2 2p6 3s2 3p6 എത്ര? 18 ആയിട്ടുള്ളൂ. ഇനിയും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാണ്ട് അല്ലെ. 3p6 കഴിഞ്ഞ പിന്നെ 4s2 3d എത്ര വരണം? ബാലൻസ് എത്ര ഉണ്ട് നോക്കുക. 18 ആയിട്ടുണ്ട്, 19 20 ആയിട്ടുണ്ട്, 21 3d1. മനസ്സിലായോ? അത് സ്കാൻഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചിലയിടത്തൊക്കെ ഇത് ഇന്റർചേഞ്ച് ആയിട്ട് കാണാം. അതായത് ആദ്യം 3d വന്നിട്ട് പിന്നെ 4s, അതായത് ഇങ്ങനെ 1s2 2s2 2p6 3s2 3p6 3d1 4s2 എന്ന് കാണാം. ഇത് എഴുതുന്നതിൽ തെറ്റില്ല. പക്ഷെ എന്താണെന്നറിയോ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഒക്കെ വരുമ്പോ ഇത് നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ തന്നെ ഇതിങ്ങനെ എഴുതി ശീലിച്ചു കഴിഞ്ഞാല് തെറ്റ് സംഭവിക്കും. കാരണം നമുക്ക് സബ്ഷെല്ലിന്റെ ഓരോ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കിയിട്ട് അതിന്റെ പീരിയഡും ഗ്രൂപ്പും ഒക്കെ കണ്ടുപിടിക്കാനുണ്ട്. ആ സമയത്ത് നിങ്ങൾ തിരിച്ചെഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും? തെറ്റിപ്പോകും. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഒരു മാർഗം സ്വീകരിക്കാതിരിക്കും. ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഓർഡർ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് പറയാം, സ്കാൻഡിയം 21ന്റെ മെയിൻ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാണെങ്കിൽ എങ്ങനെ വരിക? 2 8 8 എത്ര? 4 അല്ലെ. ഇങ്ങനെയല്ലേ നമ്മൾ ശരിക്കും എഴുതാറുള്ളത്. പക്ഷെ സ്കാൻഡിയത്തിൻ്റെതിൽ ഇങ്ങനെയല്ല ശരിക്ക് എഴുതാറുള്ളത്. പിന്നെ എങ്ങനെയാണ് എഴുതാറുള്ളത്? 2 8 9 2
ഇങ്ങനെയാണ് സ്കാൻഡി 21ന്റെ മെയിൻ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാറുള്ളത്. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു ഡിഫറൻസ് വന്നത് എന്നുള്ളത് നമുക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. ഈ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷനിലും റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ നിങ്ങള് ഇവിടെ 4s2 അത് എൻഡ് ചെയ്തു അല്ലെ. 4s2 ആണ് ലാസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മളിവിടെ കണ്ടു. അത് എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി സ്കാൻഡിയത്തിന് ശേഷം വരുന്ന ആ ഒരു റോയിലുള്ള കംപ്ലീറ്റ് എലമെന്റ്സിന്റെയും എങ്ങനെയാണ് മെയിൻ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യത്യാസം കാണാം. അതായത് ഏതൊക്കെ ഇവിടെ നോക്കൂ, സ്കാൻഡിയത്തിന് ശേഷം വരുന്ന എലമെന്റ്സ് ആണ് ഇതൊക്കെ. ഏതൊക്കെയാണ്? ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, ദെൻ അയൺ, അതുപോലെ കൊബാൾട്ട്, നിക്കല്, കോപ്പർ, സിങ്ക്. ഇതിലൊക്കെ മെയിൻ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കി കഴിഞ്ഞാല് നമ്മൾ നേരത്തെ എഴുതിയ ആ ഒരു ഡിസോർഡർ അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ എലമെന്റ്സിനെല്ലാം നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇത് എവിടെ കണ്ടു കഴിഞ്ഞാലും ഇതിന്റെ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഡിഫറെന്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഇത് ഓർത്ത് വെക്കാനുള്ള ചെറിയൊരു ടെക്നിക്ക് ടീച്ചർ പറഞ്ഞുതരാം. അതായത് SCTI ഇത് ഓർത്ത് വെക്കാം. വിക്രമൻ, ഫിക്കോ, നിക്കൂസൻ. ഓക്കെ, SCTI, വിക്രമൻ, ഫിക്കോ, നിക്കൂസൻ. ഓക്കെ ആണല്ലോ. ഈ ഒരു കാര്യം ഓർത്ത് വെക്കാം, നിങ്ങൾക്ക് വലിയ ക്ലാസ്സുകൾക്കും ഉപകാരപ്പെടും. ഇനി സ്കാൻഡിയത്തിന്റെ എഴുതിയതുപോലെ നമ്മളോട് ടൈറ്റാനിയത്തിന്റെയും വനേഡിയത്തിന്റെയും സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് എഴുതി വെക്കാം. ടൈറ്റാനിയത്തിന്റെ ഫസ്റ്റ് എടുക്കാം. ടൈറ്റാനിയത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാ? ടൈറ്റാനിയം 22ഉം വനേഡിയം 23ഉം. മെയിൻ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 8, 10, 2. ഇതാണ് ഇതിന്റെ മെയിൻ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇവിടെ വന്നിട്ടുള്ള ഡിഫറൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി വെക്കാം. എങ്ങനെയാണ്? 1s2, 2s2, 2p6, 3s2, 3p. എത്രയായി ഇപ്പൊ? 10 ആയി, 18 ആയി അല്ലെ. ഇനി നമുക്ക് എത്ര വേണം? 22 ആണുള്ളത്. അപ്പൊ 3p6, 4s2, 3d2. ഓക്കെ ആണല്ലോ. 22 ആയില്ലേ? 18, 19, 20, 22 ആയി. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇതെന്താണ് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതരുത്. എനർജി ലെവൽ നോക്കുമ്പോൾ നമ്മൾ 3D-നേക്കാളും കുറവാണ് ആർക്ക്? 4s-ന്. അപ്പൊ 4s കഴിഞ്ഞിട്ട് വേണം 3D എഴുതാൻ. ഇനി നെക്സ്റ്റ് വനേഡിയം 23 ചോദിച്ചിട്ടുണ്ട്. വനേഡിയം 23ന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 1s2, 2s2, ഇവിടെ എല്ലാം എന്താണ്? 22 വരെ ഉണ്ടാവും. 2p6, 3s2, 3p6, 4s2, 3d3. ഇതാണ് നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്ന രീതി. ഇവിടെ എന്തായാലും ശ്രദ്ധിക്കുക, നമ്മളിവിടെ മാറ്റം വന്നിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണ് എനർജി ലെവൽ നോക്കിയിട്ട് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതി. ആദ്യം നമ്മൾ എഴുതിയതൊക്കെ എത്ര വരെ ഉണ്ടായിരുന്നുള്ളൂ? ആദ്യം നമ്മൾ നോക്കിയിരുന്ന എലമെന്റ്സിന്റെ ആറ്റോമിക് നമ്പർ കുറവായിരുന്നു. അത് 3p6 വരെയൊക്കെയോ നമുക്ക് എഴുതാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിയപ്പോ എന്തായി? നമുക്ക് മനസ്സിലായി ഇവിടെ എനർജി ലെവൽ വെച്ചിട്ടാണ് എഴുതുക. 4s-ന് ശേഷമാണ് 3D വരിക. നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനുള്ള മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംപ്ലസ്റ്റ് മെത്തേഡ് ആണ് നെക്സ്റ്റ് നമ്മളോട് പറയുന്നത്. നമുക്കറിയാം പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 19 ആണ്. അതിനെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു? 1s2, 2s2, 2p6, 3s2, 3p6, 4s1. ഇതാണല്ലോ 19 പൊട്ടാസ്യം 19 അല്ലെ. ഇത്രയായി 10, 18, 19. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് അറിയണ്ടാവും അലസവാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് ഏതാണെന്ന് അറിയണ്ടാവും. എന്താണ് നോബിൾ ഗ്യാസസിന്റെ പ്രത്യേകത? അവര് ഒക്ടേറ്റ് കൈവരിച്ചവരാണല്ലേ. അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺ ഉണ്ട്. അവർക്ക് ഇനി എന്തില്ല? ഒരു പണിയില്ല. ആ 8 ഇലക്ട്രോണിനെ ആർക്കും ഷെയർ ചെയ്യും വേണ്ട, ആരുടെ അടുത്തൊന്നും ആക്സെപ്റ്റ് ചെയ്യും വേണ്ട. അവരെന്താണ്? അവര് സ്റ്റേബിൾ ആണ്. അവരുടെ ലൈഫിൽ എന്തായി? സ്റ്റേബിൾ ആയി. അതുകൊണ്ടാണ് അവരെ അലസവാതകങ്ങൾ, ലേസി ഗ്യാസസ് അല്ലെന്നുണ്ടെങ്കിൽ നോബിൾ ഗ്യാസസ് എന്നൊക്കെ പറയുന്നത്. അവരെന്താണ്? നോബിൾ ആണ്, ശ്രേഷ്ഠമായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ആ നോബിൾ ഗ്യാസസ് ആരൊക്കെയാന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മുടെ ഏറ്റവും ലാസ്റ്റ് പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും ലാസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു എലമെന്റ്സിനെ നോക്കിയേ. ഇവിടെ ആരൊക്കെയുണ്ട്? ആരൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ? ആ 18ാമത്തെ ഗ്രൂപ്പ് നോക്കിയേ. 18ാമത്തെ ഗ്രൂപ്പിൽ കണ്ടോ? ഹീലിയം, നിയോൺ, ആർഗൺ. അതിന് താഴെയുള്ള ആ ലാസ്റ്റിലുള്ള എല്ലാവരും എന്താണ്? നോബിൾ ഗ്യാസസ് ആണ്. അപ്പൊ ഈ നോബിൾ ഗ്യാസസിന്റെ പ്രിസീഡിങ് വെച്ചിട്ട് അത് പ്രിഫിക്സ് ആക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതില്
ഞാൻ അവിടെ എഴുതാം ഹീലിയം നിയോൺ കേട്ടോ. ഹീലിയം, നിയോൺ, ആർഗൺ എല്ലാവരുടെയും ആറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മൾ നോക്കുമ്പോ നമ്മുടെ പൊട്ടാസ്യം 19 എന്നുള്ള ഈ ഒരു ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പറിനെ തൊട്ട് മുമ്പേ കിടക്കുന്ന നോബൽ ഗ്യാസ് ഇതിൽ ആരാണെന്നുള്ളത് നോക്കുക. അപ്പൊ നോക്കുക, പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 19 ആണ്. ഇത് ആർഗണില് നോക്കി 18 കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ, ആർഗൺ, ആർഗണിനെ ബ്രാക്കറ്റിൽ ഇട്ടതിന് ശേഷം ലാസ്റ്റ് ഇവിടെ കിടക്കുന്നത് ആരാ, 4s1. ഓക്കെ, ഇതുവരെ എത്രയാണ്, 18 ആണ് അല്ലെ. ഇതുവരെ എത്രയാണ്, 18 ആണ്. ദെൻ ഇവിടെയാണ് 19 കിടക്കുന്നത്. ഈ 18നെ കംപ്ലീറ്റ് ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് ആർഗൺ എന്ന് ക്ലോസ് ചെയ്തിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യാം, ലാസ്റ്റിൽ കിടക്കുന്ന റിമൈനിങ് സബ്ഷെല്ലിനെ നമുക്ക് എന്ത് ചെയ്യാം, 4s1 ഇവിടെ നോക്കാം, ഇവിടെ വെക്കാം അല്ലെ. അപ്പൊ ഇതുപോലെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. സോഡിയം, സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. ഇതിന്റെ ഇലക്ട്രോൺ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 1s2, 2s2, 2p6, 3s1 അല്ലെ, 11 ആയി. ഇനി ഇതിൽ നോക്കുക, ഇവിടെ നോക്കുന്ന സമയത്ത് ഇതിൽ ഏത് നോബൽ ഗ്യാസ് ആണ് സോഡിയത്തിന് തൊട്ട് മുന്നേ വരുന്നത്? സോഡിയം 11 ആണ്. അപ്പൊ അതിന് തൊട്ട് മുന്നേ വരുന്നതിൽ ആരാണ്, നിയോണിനെ നോക്കൂ, 10 അല്ലേ നിയോണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇതിനെ കംപ്ലീറ്റ് ഇടാം. ഇതുവരെ 10 ആണ് അല്ലെ, ഇതുവരെ 10 ആണ്. ഇതിനെ ഇങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാന്നറിയോ, നിയോൺ എഴുതിയിട്ട് അതിനെ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കിടക്കുന്ന ഈ ഒരാളിനെ ഇതിന്റെ കൂടെ ഇങ്ങനെ എഴുതി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോ വലിയ വലിയ ആറ്റോമിക് നമ്പർ ഒക്കെ ഉള്ള എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഒരുപാട് വരും അല്ലെ. അപ്പൊ അതിനങ്ങോട്ട് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ടാബിള് തന്നിട്ടുണ്ട്. ആ ടാബിള് നമ്മളോട് ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ടാബിളിൽ ആരൊക്കെ തന്നിട്ടുണ്ട് നോക്കിയേ, കാൽസ്യത്തിനെ തന്നിട്ടുണ്ട്, അതുപോലെ മാഗ്നീഷ്യം, കൊബാൾട്ട്, സിങ്ക് അല്ലെ, അവരൊക്കെ തന്നിട്ടുണ്ട്. ഇത് നിങ്ങളോട് ഫിൽ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടീച്ചർ കൊബാൾട്ടിന്റെ കാൽസ്യത്തിന്റെയും കൂടെ ചെയ്ത് കാണും. ആർഗൺ 4s2 എഴുതി കഴിഞ്ഞാൽ അത് ആരാണ്, കാൽസ്യം 20 ആണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ തന്നു കഴിഞ്ഞിട്ട് തിരിച്ചു ചോദിക്കാം, ഇത് ഏത് എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണെന്ന് ചോദിക്കാം. ഒരു ടാബിള് ഫിൽ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പെക്യുലാരിറ്റീസ് ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പെക്യുലാരിറ്റീസ് ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ? ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ചില പ്രത്യേകതകളാണ് നമ്മളോട് ഇനി നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്രോമിയത്തിന്റെ ആറ്റോമിക് നമ്പർ 24 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് എഴുതി നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4. പക്ഷേ ഇതിനെ നമ്മൾ എഴുതുക എങ്ങനെയാണെന്നറിയോ ശരിക്കും? 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1 എന്ന് എഴുതുക. കണ്ടോ, ലാസ്റ്റിൽ വന്ന് ചേഞ്ച് കണ്ടോ നിങ്ങള്, കാണാൻ കഴിയുന്നുണ്ടോ? എന്താ അവിടെ സംഭവിച്ചേ? 3ഡിയിലെ 4 ഇലക്ട്രോൺസിലേക്ക് എസിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കൊടുത്തു അല്ലെ, ഷെയർ ചെയ്തു. അപ്പൊ എന്തായി, 3d 5 ആയി, 4s1 ആയി. അത് തിരിച്ചെഴുതും ചെയ്തു. ഇങ്ങനെ ചില പ്രത്യേകത നമ്മുടെ ക്രോമിയത്തിനും കോപ്പറിനും കാണുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, ഡി എന്നുള്ള സബ്ഷെല്ലില് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന, ഉൾക്കൊള്ളിക്കാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്? 10 ആണ് അല്ലെ. 10ന്റെ പകുതി എത്രയാണ്? 5 ആണ് അല്ലെ. ഈ രണ്ട് ഫോമിലുമാണ് നമ്മുടെ ഒരു ഡി എന്നുള്ള സബ്ഷെല്ലിൽ ഇരിക്കുന്നതെങ്കിൽ അവര് കൂടുതൽ സ്റ്റേബിൾ ആവും. ഈ 4ന്റെ ഈ ഫോമിൽ ഇരിക്കുമ്പോൾ വളരെ വീക്ക് ആയിട്ടായിരിക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യും, കൂടുതൽ സ്ട്രോങ് ആവാൻ വേണ്ടി നോക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ എസ് എന്നുള്ള സബ്ഷെല്ലിന്റെ അടുത്തുനിന്ന് ഒരു ഇലക്ട്രോണിനെ എങ്ങോട്ട് മേടിക്കും. മേടിച്ചതിന് ശേഷം 3d5 ആവും. കാരണം ഇപ്പൊ ഹാഫ് ആയില്ലേ, 10ന്റെ ഹാഫ് ആയി. അങ്ങനെ എന്ത് ചെയ്യും, അയാൾ ഇത് ഇങ്ങോട്ട് അങ്ങോട്ട് ചാടും. ഫോറസ്റ്റിനെ തട്ടി മാറ്റിയിട്ട് ഇങ്ങോട്ട് ചാടും. കാരണം എന്താണ്, അവിടെ കൂടുതൽ സ്റ്റേബിൾ ആയി വന്നു. അപ്പൊ അയാൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് ചാടിയിട്ട് ഇങ്ങനെ വന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് കോപ്പറിനെ കൂടെ നോക്കാം. ഇപ്പൊ ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ ഡി ഏത് ഫോമിലാണ് കിടക്കുന്നതാ, 9 വരെ എത്തി നിൽക്കുകയാണ്. ആൾക്ക് ഒരാളെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയി മാറും, 10 ആയി കഴിഞ്ഞാൽ. അപ്പൊ അതിനെന്താ ചെയ്യാ, ഇതിന്ന് ഒരാളെ ഇങ്ങോട്ട് കടെടുക്കും അല്ലെ. അപ്പൊ എന്താ ഇയാള് 1s2, 2s2, 2p6, 3s2, 3p6, പിന്നെയോ 3d10 ആവും. എന്നിട്ടോ 4s1 ആവും അല്ലെ. അപ്പൊ കണ്ടോ നിങ്ങള്. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഏതൊരു എലമെന്റിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോ ഡി എന്നുള്ള സബ്ഷെല്ല് 4ലോ 9ലോ കിടക്കുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, എസ് നിന്ന് ഒരാളെ കണ്ടെടുത്തോളൂ, ഒരു പേടി പേടിക്കണം. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോ എവിടെയെങ്കിലും ഡിക്ക് 4/9, അതായത് ഹാഫ് ഫില്ലഡ് ആയിട്ടല്ലേ കിടക്കുന്നത് ഇവിടെ. 4 5ലേക്ക് എത്താൻ ഒരാളും കൂടെ മതി, 9 10ലേക്ക് എത്താൻ ഒരാളും കൂടെ മതി. അപ്പൊ അവരെന്ത് ചെയ്യും, എസിൽ നിന്ന് ഒരാളെ പിടിച്ചു പറിക്കും. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ഏതൊരു ആറ്റോമിക് നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം, ഇങ്ങനെ ഒരു ഫോം തന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഫോമിലാണ് തന്നിട്ടില്ലെങ്കിൽ അതിനെ തീർച്ചയായിട്ടും തെറ്റിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശരിയായിട്ടുള്ള ഫോം ഏതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അത് നന്നായിട്ട് എഴുതി പഠിക്കാം. ഓക്കെ, താങ്ക് യു.